യുടെ 2021 ആർക്കിയോളജി ഇൻ ഇന്ത്യ എന്ന വിഷയത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനകത്ത് നമുക്ക് എസ് എ 25ാമത്തെ എസ് എ ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് 25ാമത്തെ എസ് എന്ന് നോക്കാം. റൈറ്റ് ആൻ എസ് എ ഓൺ ദ മോസ്റ്റ് പ്രൊമിനന്റ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ആർക്കിയോളജിക്കൽ സൈറ്റുകളെ കുറിച്ചാണ് എസ് എ എഴുതേണ്ടത്. ആൻഡ് ദെയർ ഹിസ്റ്റോറിക്കൽ വാല്യൂ ടു അണ്ടർസ്റ്റാൻഡ് ദ ഏൻഷ്യൻ കൾച്ചർ. അവയുടെ ചരിത്രപരമായ മൂല്യം പുരാതന സംസ്കാരങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നതിന്. ഇതാണ് ചോദ്യം. സോ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതുക. ഇന്ത്യ ഈസ് എ ട്രഷർ ട്രോവ് ഓഫ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്. ആർക്കിയോളജിക്കൽ സൈറ്റുകളുടെ കാര്യത്തിൽ ഇന്ത്യ ഒരു വലിയ നിധിശേഖരമാണെന്ന് പറയാം. ഈച്ച് ഓഫറിംഗ് എ യൂണിക് ഗ്ലിംസ് ഇൻ ടു ദ കൺട്രീസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ഒരു വളരെ തനതായ ഒരു എത്തിനോട്ടമാണ് ഇവ ഓരോന്നും നമുക്ക് നൽകുക. ഫ്രം ദ ഏൻഷ്യന്റ് സിറ്റീസ് ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ, പുരാതന സംസ്കാരത്തിലെ പുരാതന നഗരങ്ങൾ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ, ടു ദ മെജസ്റ്റിക് ടെമ്പിൾസ് ഓഫ് ദ പല്ലവ ഡൈനാസ്റ്റി, പല്ലവ രാജവംശത്തിലെ തെക്കേ ഇന്ത്യയിലെ മറ്റുമൊക്കെയുള്ള മെജസ്റ്റിക് ആയിട്ടുള്ള ഉത്തുംഗങ്ങളായിട്ടുള്ള ക്ഷേത്രങ്ങൾ വരെ നോക്കിയാലും നമുക്കിത് മനസ്സിലാവും. ദീസ് സൈറ്റ്സ് പ്രൊവൈഡ് എ വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഇന്ത്യാസ് പാസ്റ്റ്. ഇന്ത്യയുടെ ഭൂതകാലത്തെ കുറിച്ച് ഒരു അറിവിന്റെ മഹാസമ്പത്താണ് നമ്മുടെ മുന്നിൽ അത് ചൊരിഞ്ഞിടുക. ദിസ് എസ്സേ വിൽ എക്സ്പ്ലോർ സം ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പ്രോമിനന്റ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രമുഖമായ ചില ആർക്കിയോളജിക്കൽ സൈറ്റുകളെ കുറിച്ച് നമുക്ക് അറിവ് നൽകുകയാണ് ഈ എസ്സേ, ഈ ഉപന്യാസത്തിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, the Indus Valley Civilization. The Indus Valley Civilization is one of the most significant archaeological discoveries in India. ഇന്ത്യയിൽ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ, ഏറ്റവും ശ്രദ്ധേയമായ, പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ സിന്ധു നദീതട സംസ്കാരമാണ്. ദി സൈറ്റ് ഓഫ് മോഹൻജദാരോ ആൻഡ് ഹാരപ്പ എക്സ്കവേറ്റഡ് ഇൻ 1920s. ഇതിൽ ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാരപ്പയാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച സൈറ്റിന്റെ പേരിലാണ് ആ സൈറ്റ് മൊത്തം അറിയപ്പെടുക. അത് ഹാരപ്പൻ സംസ്കാരം എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കുന്നത്. അത് മോഹൻജദാരോ ആണെങ്കിലും, കാലിബംഗനായാലും, രൂപാർ ആണെങ്കിലും, സത്കാഗന്ധാർ ആണെങ്കിലും, ചാൻഹുദാര ആണെങ്കിലും, ധോലാവീര ആണെങ്കിലും, കോട്ട്ദീജി ആണെങ്കിലും, അമ്രി ആണെങ്കിലും എല്ലാം ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ് പലയിടങ്ങളിൽ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് ചിതറിക്കിടക്കുകയാണെങ്കിൽ കൂടി. എന്തായാലും ഈ ഹാരപ്പയും മോഹൻജദാരോ നമ്മൾ കണ്ടെത്തിയ വർഷം 1920 തന്നെയാണ്. Revealed a sophisticated urban civilization that flourished around 4000 BC. അതായത് BC 4000 പരിസരത്തോട് ചുറ്റിപ്പറ്റി തഴച്ചു വളർന്ന ഇന്ത്യയുടെ സിന്ധു നദീതട പരിസരങ്ങളിൽ തഴച്ചു വളർന്ന ഒരു അതിസങ്കീർണമായ ഒരു നഗര സംസ്കാരം, ഒരു അർബൻ സിവിലൈസേഷൻ ആയിട്ട് നമ്മൾ ഇതിനെ മനസ്സിലാക്കുകയാണ്. ദീസ് സൈറ്റ്സ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻസൈറ്റ്സ് ഇൻ ടു ദ ലൈവ്സ് ഓഫ് ദ പീപ്പിൾ ഹു ലിവ്ഡ് ഇൻ ഏൻഷ്യന്റ് ഇന്ത്യ. പുരാതന ഇന്ത്യയിൽ ജീവിച്ചു പോകുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ചയും അറിവും പ്രദാനം ചെയ്യുകയാണ് നമുക്ക് ഈ പുതിയ സൈറ്റുകളുടെ അറിവ് കണ്ടെത്തൽ. ഇൻക്ലൂഡിങ് ദർ സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ പ്രാക്ടീസസ്. അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരികമായ രീതികളും സമ്പ്രദായങ്ങളും ഒക്കെ നമുക്ക് അറിവ് നൽകുകയാണ്. ഇതിൽ രണ്ടാമത്തേത് റോക്ക് കട്ട് ടെമ്പിൾസ് ഓഫ് അജന്ത ആൻഡ് എല്ലോറയാണ്. അജന്തയിലെയും എല്ലോറയിലെയും പാറകളിൽ കൊത്തിയുണ്ടാക്കിയ ക്ഷേത്ര നിർമ്മിതികളാണ് രണ്ടാമത്തെ സിഗ്നിഫിക്കന്റ് ആയ ഒരു ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സൈറ്റ് എന്ന് നമുക്ക് പറയാം. ദ റോക്ക് കട്ട് ടെമ്പിൾസ് ഓഫ് അജന്ത ആൻഡ് എല്ലോറ ആർ ടു ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ ഇന്ത്യ. അതായത് അജന്തയിലെയും എല്ലോറയിലെയും പാറയിൽ കൊത്തിയുണ്ടാക്കിയ ക്ഷേത്രങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദീസ് ടെമ്പിൾസ് കാർവ്ഡ് ഔട്ട് ഓഫ് സോളിഡ് റോക്ക്. ഈ ക്ഷേത്രങ്ങളാവട്ടെ എങ്ങനെയാണ് വലിയ ഘനമുള്ള പാറയിൽ കൊത്തിയുണ്ടാക്കിയവയാണ്. വിച്ച് ഷോക്കേസ് ദ ആർട്ടിസ്റ്റിക് ആൻഡ് ആർക്കിടെക്ചറൽ സ്കിൽസ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ ക്രാഫ്റ്റ്സ്മെൻ. പുരാതന ഇന്ത്യൻ കരകൗശല പണിക്കാരുടെ, കൊത്തുപണിക്കാരുടെ, കല്ല് ആശാരിമാരുടെ ഒക്കെ നൈപുണ്യമാണ്, വാസ്തുവിദ്യാപരമായ ആർക്കിടെക്ചറൽ സ്കില്ലുകളാണ് കാണിക്കുന്നത്. ദ അജന്ത കേവ്സ്, അജന്ത ഗുഹകൾ ബിൽറ്റ് ബിറ്റ്വീൻ ദ 2nd century BC ആൻഡ് 5th century CE. അതായത് BC 200-നും അതുപോലെ തന്നെ AD 500-നും ഇടയിൽ എന്ന് പറയാം. ഏകദേശം 700 വർഷത്തെ ചരിത്രം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഒറ്റ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയതല്ല അജന്ത ഗുഹ ഒക്കെ. ആർ റിനൗണ്ട് ഫോർ ദ ബ്യൂട്ടിഫുൾ ഫ്രെസ്കോസ് ആൻഡ് സ്കൾപ്ചേഴ്സ്. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്രെസ്കോ നിർമ്മാണ രീതികൾക്കും സ്കൾപ്ചറുകൾക്കും അത് പേരുകേട്ടവയാണ്, സുന്ദരങ്ങളാണ്. വൈ അതേസമയം ദ എല്ലോറ കേവ്സ് ബിൽറ്റ് ബിറ്റ്വീൻ ദ 5th century ആൻഡ് 10th century. എല്ലോറ ഗുഹയാവട്ടെ 5ാം നൂറ്റാണ്ടിനും 10ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ആർ നോട്ടബിൾ ഫോർ ദ ഇൻട്രിക്കേറ്റ് കാർവിംഗ്സ് ആൻഡ് സ്കൾപ്ചേഴ്സ്. അതിന്റെ സങ്കീർണമായ കൊത്തുവേലകൾക്കും ശില്പവേലകൾക്കും അത് ശ്രദ്ധേയമാണ്.
ദ ടെമ്പിൾ ഓഫ് ഖജുരാഹോ, ഖജുരാഹോ ക്ഷേത്രമാണ്. The temple of Khajuraho, built between the 9th and 12th century CE, 9-12 നൂറ്റാണ്ടുകൾക്കിടയിൽ പണികഴിപ്പിച്ച ഒരു മനോഹര ക്ഷേത്രമാണ് ഖജുരാഹോ ക്ഷേത്രം എന്ന് പറയുന്നത്. is another prominent archaeological site in India. ഇതാണ് മറ്റൊരു, നമ്മൾ നേരത്തെ പറഞ്ഞു ഹാരപ്പ പറഞ്ഞു, ഹാരപ്പ മോഹൻജദാരോ സൈറ്റുകൾ പറഞ്ഞതിന് ശേഷം പറയുന്നു അജന്ത എല്ലോറ കേവ്സ് പറഞ്ഞു. ഇനിയിപ്പോ പറയുകയാണ് ഖജുരാഹോ ക്ഷേത്രം എന്ന് പറയുകയാണ്. അപ്പൊ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ചയും എസ്സയും. ഇനി ഖജുരാഹോ ക്ഷേത്രത്തിലേക്ക് തുറന്നു പറയാം. ദീസ് ടെമ്പിൾസ് ആർ ഫേമസ് ഫോർ ദർ ഇൻട്രിക്കേറ്റ് കാർവിങ്സ്. എന്താണ് ഇൻട്രിക്കേറ്റ്? ഇൻട്രിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മങ്ങളും വളരെ കോംപ്ലിക്കേറ്റഡുമായിട്ടുള്ള കൊത്തുപണികളാണ്, കാർവിങ്സ് ആണ്. പാറ കൊത്തി തുരന്നുണ്ടാക്കുന്നതിനെയാണ് കാർവിംഗ്. ആൻഡ് സ്കൾപ്ചേഴ്സ്, പിന്നെ ശില്പപ്പണികളുണ്ട്. വിച്ച് ഡെപിക്ട് ദ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യൻ ലൈഫ്. പുരാതന ഇന്ത്യൻ ജീവിതത്തിന്റെ വിവിധ വശങ്ങളാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. നമ്മുടെ പുരാണങ്ങൾ, ഇൻക്ലൂഡിങ് അവർ മിഥോളജി, കൾച്ചർ, നമ്മുടെ സംസ്കാരം ആൻഡ് ഡെയിലി ലൈഫ്, നമ്മുടെ നിത്യജീവിതം എല്ലാം അവിടെ ചിത്രീകൃതമാണെന്നുള്ളതാണ്. ദ റെഡ് ഫോർട്ട് ആൻഡ് കുത്തബ് മിനാർ. ഇനി റെഡ് ഫോർട്ടും കുത്തബ് മിനാറുമാണ്, ചെങ്കോട്ടയും കുത്തബ് മിനാറും ആണ്. പിന്നെ നമുക്ക് അത് കുറച്ചും കൂടി അടുത്ത കാലത്ത് ഉണ്ടാക്കപ്പെട്ട സൈറ്റുകളാണ്. ദ റെഡ് ഫോർട്ട് ആൻഡ് കുത്തബ് മിനാർ ആർ ടു ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ഇൻ ഇന്ത്യ. വളരെ ഐക്കോണിക് ആയിട്ടുള്ള, അതായത് ഇന്നും നമ്മൾ റെഡ് ഫോർട്ടിലെ ചെങ്കോട്ടയില് നമ്മൾ പരേഡ് നടത്തുന്നുണ്ട്, പതാക ഉയർത്തുന്നുണ്ട് സ്വാതന്ത്ര്യ ദിനത്തോട്, റിപ്പബ്ലിക് ദിനത്തോടും ഒക്കെ അനുബന്ധിച്ച്. ചുരുക്കി പറഞ്ഞാൽ റെഡ് ഫോർട്ട് ആൻഡ് കുത്തബ് മിനാർ ആർ ടു ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്. റെഡ് ഫോർട്ട് built in the 17th century CE, ക്രിസ്തുവർഷം 17-ാം നൂറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ AD, കോമൺ എറയാണ്, ക്രിസ്തുവർഷം അല്ല, അതായത് പുതിയ കാലഘട്ടത്തിൽ നമ്മൾ CE എന്നാ പറയുന്നത്. AD എന്നതിന് പകരമാണ് ഉപയോഗിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടത്, അതായത് 1600-കളിൽ എന്നർത്ഥം. വാസ് ദ ക്യാപിറ്റൽ ഓഫ് ദ മുഗൾ എംപയർ. മുഗൾ സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിരുന്നു. വൈൽ അതേസമയം ദ കുത്തബ് മിനാർ ബിൽറ്റ് ഇൻ ദ 12th century. കുത്തബ് മിനാർ ഉണ്ടാക്കിയത് 12-ാം നൂറ്റാണ്ടിലാണ്. അതായത് 1100 കാലയളവിലാണ്. അത് വളരെ പഴക്കമുള്ളതാണ്. റെഡ് ഫോർട്ട് നിർമ്മിച്ചതിനേക്കാളും എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഡൽഹി സുൽത്താനേറ്റിന്റെ കാലത്ത് കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലത്താണ് കുത്തബ് മിനാറിന്റെ പണി തുടങ്ങിയത്. പിന്നീട് ഇൽത്തുമിഷിന്റെ കാലത്താണ് പണി പൂർത്തിയായത്. ഖ്വാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന ഒരു മുസ്ലിം സൂഫി പണ്ഡിതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കുത്തബ് മിനാർ പണി കഴിപ്പിച്ചത്. അത് ഈസ് വൺ ഓഫ് ദ ടോളസ്റ്റ് മിനറേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള മിനറേറ്റുകളുടെ കൂട്ടത്തില്, അതായത് ഗോപുരമാണ്, കൂട്ടത്തില് ഏറ്റവും ഉയരമുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് എസ്സേ കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. ഇൻ കൺക്ലൂഷൻ, ചുരുക്കി പറഞ്ഞാൽ, India's archaeological sites provide a wealth of information about the country's rich cultural heritage. ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സൈറ്റുകൾ നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിനെ കുറിച്ച് വിവരം നൽകുന്നു. ഫ്രം ദ ഏൻഷ്യന്റ് സിറ്റീസ് ഓഫ് ദ ഇൻഡസ് വാലി, സിന്ധു നദീതടത്തിലെ പുരാതന നഗരങ്ങൾ മുതൽ, സിവിലൈസേഷൻ ടു ദ മെജസ്റ്റിക് ടെമ്പിൾസ് ഓഫ് പല്ലവ ഡൈനാസ്റ്റി, പല്ലവ രാജവംശത്തിന്റെ ഉത്തുംഗ ക്ഷേത്രങ്ങൾ വരെയും. ദീസ് സൈറ്റ്സ് ഓഫർ എ യൂണിക് ഗ്ലിംസ് ഇൻ ടു ദ ഇന്ത്യാസ് പാസ്റ്റ്. ഇന്ത്യയുടെ ഭൂതകാലത്തെ കുറിച്ച് തനതായ ഒരു എത്തിനോട്ടമാണ് ഇവ നൽകുക. ബൈ സ്റ്റഡിയിങ് ദി സൈറ്റ്സ്, ഈ സൈറ്റുകളെ കുറിച്ച് പഠിക്കുമ്പോൾ വി ക്യാൻ ഗെയിൻ എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് കുറച്ചുകൂടി ആഴപ്പെട്ട ഒരു ബോധ്യം ഉണ്ടാകുന്നു പുരാതന ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ച്. അബൌട്ട് ദ ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ ദ മോഡേൺ വേൾഡ്. ആധുനിക ലോകത്ത് അതിന്റെ പ്രാധാന്യവും നമുക്ക് മനസ്സിലാകും. ഇതാണ് നമ്മുടെ എസ്സേ. അപ്പോൾ 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ 25-ാമത്തെ ചോദ്യമാണ് നമ്മൾ ഇവിടെ നോക്കിയത്. 24-ാമത്തേത് മറ്റൊരു എസ്സേ ആണ്. നമുക്ക് 24-ാമത്തെ എസ്സേയിൽ പറയുന്ന ആശയങ്ങൾ ഇതാണ്. ചോദ്യം ഇതാണ്: എക്സാമിൻ ദ എക്സ്കവേഷൻ ആക്ടിവിറ്റീസ് കണ്ടക്ടഡ് അണ്ടർ ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ടിൽ 1947. 1947 വരെയും സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. അപ്പൊ ബ്രിട്ടീഷുകാരുള്ള കാലഘട്ടത്തിൽ തന്നെ കുറെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ASI, അതിന് മുമ്പേ ഉള്ള സ്ഥാപനമാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഉണ്ടാക്കിയ സ്ഥാപനമല്ല ASI, അതിന് മുമ്പേ തന്നെ ഉണ്ടാക്കിയ. അപ്പൊ അവർ നടത്തിയ സർവേയുടെ എക്സ്കവേഷൻ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. ദി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1861. 1861 ASI അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന സ്ഥാപനം ഉണ്ടാക്കുന്നത്. ടു കണ്ടക്ട്, എന്തിനു വേണ്ടി? ടു കണ്ടക്ട് ആർക്കിയോളജിക്കൽ റിസർച്ച് ആൻഡ് എക്സ്കവേഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ റിസർച്ച് നടത്താൻ വേണ്ടി, ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്താൻ വേണ്ടിയൊക്കെയാണ്. ടിൽ 1947, 1947 വരെ ദി ASI കണ്ടക്ടഡ് ന്യൂമറസ് എക്സ്കവേഷൻസ്. ASI ഒരുപാട് എക്സ്കവേഷൻസ് നടത്തി. ദാറ്റ് സിഗ്നിഫിക്കന്റ്ലി കോൺട്രിബ്യൂട്ടഡ് ടു അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ. ഇന്ത്യൻ ഹിസ്റ്ററിയെ കുറിച്ചും ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചുമുള്ള നമ്മുടെ ബോധ്യം ഉറപ്പിക്കുന്ന രീതിയിൽ. ദിസ് എസ്സേ will examine the excavation activities conducted under the ASI till 1947. ASI, Archaeological Survey of India, 1947 വരെയും നടത്തിയ എക്സ്കവേഷൻ ആക്ടിവിറ്റികളെ കുറിച്ചാണ് നമ്മുടെ ഈ ഉപന്യാസം. ഏർലി എക്സ്കവേഷൻസ് 1861-ലും 1900-ലുമാണ് ആദ്യത്തെ ഉത്ഖനന പ്രവർത്തനങ്ങൾ, മണ്ണ് കുഴിച്ചുള്ള
പരിശോധനയാണ് നടത്തുന്നത്. ദി ASI's early excavations focused on sites mentioned in ancient texts. പുരാതന പുസ്തകങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഉദ്ഖനന പ്രവർത്തനങ്ങളിലാണ് അത് ഫോക്കസ് ചെയ്തത്. സച്ചാസ് മഹാഭാരത ആൻഡ് ദ രാമായണ. എന്തൊക്കെയാണ് രാമായണവും മഹാഭാരതവും? സം നോട്ടബിൾ എക്സ്കവേഷൻസ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് ഇൻക്ലൂഡ്. ഈ കാലഘട്ടത്തിലെ ചില ശ്രദ്ധേയമായ എക്സ്കവേഷൻസ് എങ്ങനെയാണ്? ടാക്ഷില എക്സ്കവേഷൻസ് അറ്റ് ടാക്ഷില, തക്ഷശിലയിലെ എക്സ്കവേഷൻസ് ആണ് കണ്ടക്ടഡ് ബൈ അലക്സാണ്ടർ കണിഹാം. അലക്സാണ്ടർ കണിഹാം ആണ് ഇത് നടത്തുന്നത്. റിവീൽഡ് എ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. ഇതൊരു സമ്പന്നമായ സാംസ്കാരിക പൈതൃകമാണ് ഇതിനകത്തുള്ളത്. ഇൻക്ലൂഡിംഗ് ബുദ്ധിസ്റ്റ് സ്തൂപാസ് ആൻഡ് മോണസ്ട്രീസ്. ബുദ്ധ മതത്തിലെ സ്തൂപങ്ങളും മോണസ്ട്രികളുമാണ്. ഇനി സാഞ്ചിയാണ് അടുത്തത്. എക്സ്കവേഷൻ അറ്റ് സാഞ്ചി. സാഞ്ചിയിലെ സ്തൂപത്തിൽ നടത്തിയ ഉദ്ഖനന പ്രവർത്തനമുണ്ട്. കണ്ടക്ടഡ് ബൈ സർ ജോൺ മാർഷൽ ആണ്. ജോൺ മാർഷല് ആണ് ഇത് നടത്തിയത്. ഇംഗ്ലീഷുകാരനാണ്. അൺകവേർഡ് ദ ഫേമസ് സാഞ്ചി സ്തൂപ. അദ്ദേഹമാണ് പ്രശസ്തമായ സാഞ്ചി സ്തൂപം തന്നെ ലോകത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. എ സിഗ്നിഫിക്കന്റ് ബുദ്ധിസ്റ്റ് മോണുമെന്റ്. അത് ഒരു ശ്രദ്ധേയമായ ബുദ്ധമത സ്മാരകമാണ് സാഞ്ചിയിലെ സ്തൂപം എന്ന് പറയുന്നത്. വളരെ വലിയ നിർമ്മിതിയാണ്. 1861 1900 അതായത് 1861 ASI സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം, നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞുള്ള 1861 അപ്പൊ ആദ്യമായിട്ട് അവർ ഏറ്റെടുത്ത ജോലികളാണ് തക്ഷശിലയിലെ ഉദ്ഖനന പ്രവർത്തനം. അലക്സാണ്ടർ കണിഹാം ആണ് നടത്തിയത്. റിവീൽഡ് എ റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ്. ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ കിട്ടി, മോണസ്ട്രികൾ കിട്ടി, ഇത്രയൊക്കെയാണ് കിട്ടിയത്. ദെൻ സാഞ്ചിയിലെ എക്സ്കവേഷൻസ് അറ്റ് സാഞ്ചി കണ്ടക്ടഡ് ബൈ സർ ജോൺ മാർഷൽ. ഉണ്ടോ? ഇപ്പോഴൊന്നും നോക്കുക, ഈ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഹാരപ്പൻ സംസ്കാരം കിട്ടിയിട്ടില്ല. അപ്പൊ പല കുട്ടികളും തെറ്റിച്ച് പറയാൻ സാധ്യതയുണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ASI സ്ഥാപിച്ചിട്ട് നേരെ പോയത് ഹാരപ്പൻ സിവിലൈസേഷൻ തിരയാനാണെന്ന്. ഒരിക്കലുമല്ല. അതൊന്നും നമുക്ക് അപ്പോൾ കിട്ടിയിട്ടേ ഇല്ല. 1900 വരെയും അത് കിട്ടിയിട്ടില്ല. ഇനി 1900 ശേഷം 1947 വരെയുള്ള ഘട്ടത്തിൽ മോഹൻജാദാരോ കിട്ടുന്നുണ്ട്. അതാണ് പറഞ്ഞത്. ദി ASI's excavations in the early 20th century focused on sites in various parts of India, including മോഹൻജദാരോ. എക്സ്കവേഷൻസ് അറ്റ് മോഹൻജദാരോ കണ്ടക്ടഡ് ബൈ സർ ജോൺ മാർഷൽ. ആരാണ് മോഹൻജദാരോയിലെ ഉദ്ഖനന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? ജോൺ മാർഷൽ ആണ്. റിവീൽഡ് എ സൊഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് അർബൻ സിവിലൈസേഷൻ ഡേറ്റിംഗ് ബാക്ക് ടു ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പഴമയുള്ള ഒരു സങ്കീർണമായ ഒരു നഗര സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് സർ ജോൺ മാർഷൽ കണ്ടെത്തി എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഹാരപ്പ രണ്ടാമത് കണ്ടെത്തിയാണ് ഹാരപ്പ. അതും ഏതാണ്ട് ഒരേ വർഷം തന്നെയാണ്. 1920-കളിലാണ് നമുക്കറിയാം. രണ്ടും 1920 തന്നെയാണ്. മോഹൻജദാരോയും അതെ, ഹാരപ്പയും അതെ. സോറി, ആദ്യം കണ്ടെത്തിയ ഹാരപ്പ, അത് കഴിഞ്ഞിട്ടാണ് മോഹൻജദാരോ കണ്ടെത്തുന്നത്. എക്സ്കവേഷൻസ് അറ്റ് ഹാരപ്പ കണ്ടക്ടഡ് ബൈ ദയാറാം സാഹ്നി. ദയാറാം സാഹ്നി ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ എക്സ്കവേഷൻസ് കണ്ടെത്തിയ അൺകവർ ദ അനദർ മേജർ സിറ്റി ഓഫ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലി സിവിലൈസേഷനിലെ മറ്റൊരു മേജർ സിറ്റി കണ്ടെത്തിയത് ആരാണ്? ദയാറാം സാഹ്നിയാണ്. അപ്പൊ മോഹൻജദാരോ കണ്ടെത്തിയത് ആരാണ്? സർ ജോൺ മാർഷൽ ആണെങ്കിൽ ഹാരപ്പയെ കുറിച്ച് മനസ്സിലാക്കുന്നത് ദയാറാം സാഹ്നിയാണ്. അടുത്തത് പാടലിപുത്രം. എക്സ്കവേഷൻസ് അറ്റ് പാടലിപുത്ര കണ്ടക്ടഡ് ബൈ സർ ജോൺ മാർഷൽ. പാടലിപുത്രത്തിലെ വീണ്ടും ജോൺ മാർഷൽ തന്നെ വന്നു. മോഹൻജദാരോയിലെ അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞിട്ടാണോ എന്തോ അറിയില്ല. പാടലിപുത്രത്തിൽ അദ്ദേഹം അന്വേഷിക്കാൻ വന്നു. അങ്ങനെ അവിടെ ഉദ്ഖനന പ്രവർത്തനങ്ങൾ നടത്തി. പാടലിപുത്ര എന്ന് പറഞ്ഞാൽ പാറ്റ്നയാണ്, ഗംഗാ തടത്തിന്റെ അടുത്തുള്ള ഒരാൾ. ഇന്ന് പാറ്റ്ന എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ മഗധ എന്ന് പറയുന്ന ഇന്ത്യയുടെ ആദ്യത്തെ സാമ്രാജ്യം, മഗധ എന്ന സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരമായിട്ട് ആദ്യം നമ്മൾ പാടലിപുത്രത്തിലെ 7 നദികളൊക്കെ ഉള്ള സ്ഥലമാണ്. അവിടെ ആണ് അദ്ദേഹം സർ ജോൺ മാർഷല് ഉദ്ഖനന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നതും. റിവീൽഡ് ദ റിമെയിൻസ് ഓഫ് ദ ഏൻഷ്യന്റ് സിറ്റി. പുരാതന നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടെന്ന് തീർച്ചയായും അദ്ദേഹം കണ്ടെത്തി. ഇൻക്ലൂഡിംഗ് ദ ഫേമസ് മൗര്യൻ പാലസ്. പ്രശസ്തമായ മൗര്യ കൊട്ടാരം അടക്കം അവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായെന്നതാണ്. മൗര്യ ചക്രവർത്തിയായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യനും പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ ബിന്ദുസാരനും പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ അശോകനും ഒക്കെ ഉണ്ടായിരുന്ന തലസ്ഥാന നഗരിയായ മൗര്യ സാമ്രാജ്യത്തിന്റെ ആ കൊട്ടാരം കിട്ടി എന്നുള്ളതാണ് സർ ജോൺ മാർഷൽ പാടലിപുത്രത്തിൽ നിന്ന് കണ്ടെത്തിയ മറ്റൊരു കാര്യം. ഇനി സിഗ്നിഫിക്കൻസ് ഓഫ് എക്സ്കവേഷൻസ്. ഈ എക്സ്കവേഷന്റെ ഒക്കെ പ്രാധാന്യം പറയാം. 1900 ശേഷം ഇങ്ങോട്ടുള്ളത് 47 വരെ. ദീസ് എക്സ്കവേഷൻസ് കണ്ടക്ടഡ് ബൈ ASI till 1947 significantly contributed to our understanding of Indian history and culture. ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചും ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണ കുറച്ചും കൂടി ഉറപ്പിച്ചു. ഇനി റിവീൽഡ് ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ. സിന്ധു നദിയുടെ സംസ്കാരം വെളിപ്പെടുത്തി. അൺകവേർഡ് ബുദ്ധിസ്റ്റ് മോണുമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തു? വെളിച്ചത്ത് കൊണ്ടുവന്നു. പ്രൊവൈഡഡ് ഇൻസൈറ്റ്സ് ഇൻ ടു അവർ ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ. നമ്മുടെ പുരാതന ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് നമുക്ക് ഉൾക്കാഴ്ച നൽകി. എക്സ്കവേഷൻസ് അറ്റ് വേരിയസ് സൈറ്റ്സ് പ്രൊവൈഡഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ഏൻഷ്യന്റ് ഇന്ത്യൻ കൾച്ചർ ഇൻക്ലൂഡിംഗ് ആർട്ട്, ആർക്കിടെക്ചർ ആൻഡ് ട്രേഡ്. ഇനൊരു കൺക്ലൂഷനും കൂടി പറഞ്ഞാൽ മതി. ASI's excavation activities till 1947 significantly contributed to our understanding of Indian history and culture. The excavations revealed new insights into the Indus Valley civilization,
Buddhist monuments and the ancient Indian culture. The ASI's work laid foundation for the future archaeological research in India.